السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد. സഹോദരിമാരെ, ഒന്നാമത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തഖ്വത്തോ പിടിച്ചിട്ട് ദുനിയാവിലും ഞങ്ങളെല്ലാ ജീവിതത്തെ എല്ലാ ഘട്ടത്തിലും പാലിച്ച് ചെയ്യിക്കൊണ്ട് ചെന്ന് സ്വന്തത്തെ മറക്കാണ്ട് എല്ലാവരും എൻ്റെ പൽക്ക കേട്ടുള്ള എല്ലാവരും ഞാൻ വസിയത്താക്കിയല്ല നസീഹത്താക്കിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് മുത്തഖിയായിട്ടുള്ള അടിമമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എൻ്റെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു ഹദീസിൻ്റെ വിഷയത്തിലേക്ക് ഞങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു. ആ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അതിലോ സഹീഹിൽ റിപ്പോർട്ടാക്കി പോലത്തെ ഒരു ഹദീസ് ആയിരിക്കും. ഈ ഹദീസ് ചെല്ലത് ഞങ്ങൾ എൻ്റെ വൽക്കര പോകുന്ന ഒരു ഹദീസ്, അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഹദീസ് ആയിരിക്കും. അത് ഒരു ഉസൂലായിട്ട് ഇസ്ലാമിൻ്റെ അങ്ങനത്തെ ഒരു വിഷയമായിരിക്കും അതിൽ ചേർന്നിട്ടുള്ള ഈ ഹദീസിൽ. അതായത് ചെറിയ പദ മാത്രമേ ആശയ കുറേ വലിയ ആശയ ഉൾപ്പെട്ട പോലത്തെ ഒരു ഹദീസ്. അതായിരിക്കും ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ടാക്കൽ. അതിലോ കിതാബുൽ ഈമാനിൽ ബാബു ജാമിഉ ഔസാഫിൽ ഇസ്ലാം ചെന്ന ബാബിൽ 38ാമത്തെ ഒരു ഹദീസായിട്ട്, അതേപോലെ 65ാമത്തെ ഹദീസായിട്ടും അതിൽ റിപ്പോർട്ടാക്കൽ. അബി അമ്റത സുഫിയാൻ ഇബ്ൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു എന്ന് ചെന്ന സഹാബിയായിട്ട് റിപ്പോർട്ടാക്കൽ. ചെന്ന ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഖുൽ ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു ഗൈറക് ഖാല ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. അതായത് സുഫിയാൻ ഇബ്ൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു വലിയ സഹാബിയായിട്ടുണ്ട്. ആ സഹാബി അതിൽ ചെല്ല് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ട നബിയെ നക്ക് നിങ്ങൾ ദീനിൽ ഇസ്ലാമിൽ വെച്ചിട്ട് നക്ക് ഒരു വിഷയം എനിക്ക് പടിപാടുത്തവരു ഞാൻ നിങ്ങളല്ലാണ്ട് വേറെ ആളുടെ ഈ വിഷയം കേൾക്കില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് കൊടുക്കൂ, ഉത്തരം കൊടുക്കൂ. നീ ചെല്ല് ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. നീ ചെല്ല് അള്ളാഹുടെ മേൽ ഞാൻ ഈമാൻ വെച്ചിര. ആമൻതു ബില്ലാഹ് ഞാൻ അള്ളാഹുടെ മേൽ ഈമാൻ വെച്ചിര. സുമ്മ ഇസ്തഖിം. പിന്നെ നീ അതിൽ ഉറച്ച് നിൽക്കുന്നുണ്ട്, നീ ഇസ്തിഖാമത്തിലാവുന്നുണ്ട്. ഈ ഒരു ഹദീസ് ചെല്ലത് ഭയങ്കര ആശയ ഉൾക്കേട്ട പോലത്തെ ഒരു ഹദീസായിട്ട് ഇതിൻ്റെ അത്ര ഈ എപ്പിസോഡിൽ മനസ്സിലാക്കാൻ പോകേണ്ടത് ഇൻഷാ അല്ലാഹ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പടിപാട്ടി കൊടുത്തത് ഒരു ഈ ഹദീസിൽ ദീനിൻ്റെ എല്ലാ ആശയവും ഇത് ഉൾപ്പെട്ട പോലത്തെ ഒരു ഹദീസ്. അതായിട്ട് ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെല്ലൂറു ആമൻതു ബില്ലാഹ് അള്ളാഹുടെ മേൽ ഈമാൻ വെച്ചാന്ന് ചെല്ലൂറു. ഈ ആമൻതു ബില്ലാഹ് ചെല്ലുമൊത്തു ഈ അള്ളാഹുടെ മേൽ ഈമാൻ വെച്ച് ചെല്ലുമൊത്തു അതെല്ലാ വിഷയം അതിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണം ചെല്ലും റബ്ബുടെ മേൽ ഈമാൻ വയ്ക്കുക ചെന്നിട്ടാമത്തു ഞങ്ങളെ തൗഹീദ് അള്ളാഹുടെ മേലുള്ള തൗഹീദുണ്ട്. അതായത് 3 രീതിയിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്കൊന്നു തൗഹീദ് 3 രീതിയിലുണ്ട്. ഒന്ന് തൗഹീദ് റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അപ്പോൾ പണ്ഡിതന്മാർ ഇതിൽ 3 രീതിയിലായിട്ട് തഖ്സീമാക്കിയത്. തൗഹീദ് റുബൂബിയ്യ ഒന്നാമത് തൗഹീദ് ചെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു. തൗഹീദ് റുബൂബിയ്യ ചെന്ന് ഇഫ്രാദുല്ലാഹി തആല ബിൽ ഖൽഖി വൽ മുൽക്കി വൽ തദ്ബീർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകനാക്കടും. ഏകന ചെന്ന് അതുകൊണ്ട് ഒരു എല്ലാ വിഷയത്തിലും ഒന്നാക്കടും. അതായത് മുൽക്കിലും അള്ളാഹുടെ ആദ്യപത്യത്തെ വിഷയത്തിലും അള്ളാഹു മാലിക്കായിട്ടിക്കട എല്ലാത്തും ഉടമസ്ഥനായിട്ടിക്കട അള്ളാഹു ചെന്ന്. രണ്ടാമത്തെ ഖൽഖൽ ഈ സൃഷ്ടിയുടെ വിഷയത്തിലും ഞങ്ങൾ അള്ളാഹുടെ ഏകനാക്കി തീർക്കട. റബ്ബു സുബ്ഹാനഹു വ തആലയായിട്ട് ഖാലിഖ് അവനല്ലാണ്ട് ഒരു ഖാലിക്കുമില്ല. പഠിച്ചോൻ ചെന്നാൽ പിന്നെ അത് അള്ളാഹു മാത്രം. ഏതോ സൃഷ്ടി പഠിച്ചൊരാർച്ചെന്നെങ്കിൽ ഉണ്ടാക്കിയൊരാർച്ചെന്ന് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമായിട്ട് ചെന്ന് ആയിട്ട് ഈ തൗഹീദ് റുബൂബിയ്യത്തിൽ പെട്ടത്. തൗഹീദ് ഇഫ്രാദുല്ലാഹി ബിൽ ഖൽഖ്. പിന്നെ ആയിട്ട് തദ്ബീർ ചെന്നിട്ടായെങ്കിൽ നിയന്ത്രണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിട്ട് ലോകത്തെ എല്ലാ വിഷയത്തിലും നിയന്ത്രിച്ചുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പൽക്കറിഞ്ഞുള്ള അവസ്ഥയിലും ഇതെല്ലാത്തും വിഷയത്തിൽ നിയന്ത്രിച്ചുള്ളത് റബ്ബു സുബ്ഹാനഹു വ തആല ആയിട്ട്. ഒരേ സെക്കൻഡിലും വ്യത്യസ്തമായ മനുഷ്യന്മാരും എല്ലാ വ്യത്യസ്തമായ ജാഗത്തിലും ഒരു വിഷയം നടന്നുകൊണ്ടുണ്ടാകുന്നത് അതിൽ കൺട്രോളാക്കിയുള്ളത് തദ്ബീർ നടപ്പാട്ടിയുള്ള അള്ളാഹു ആയിട്ടിക്കട. അതല്ലാണ്ട് ഒരു മരിച്ചുപോയ ഒരാളാ അല്ലാണ്ടെങ്കിൽ അതല്ലാത്ത അള്ളാഹു അല്ലാണ്ട് ഒരു ആളുമല്ല ആയിട്ടിക്കട. ഈ അള്ളാഹു ഈ ഭൂമിയിലോ അതേപോലെ ഈ ലോകത്തും എല്ലാത്തും നിയന്ത്രിച്ചുള്ളത് അള്ളാഹു മാത്രമായിട്ട് ചെന്ന് ഈ ഞങ്ങളുടെ ഈ ഈമാൻ ഉറച്ചിട്ട് വേണം. തൗഹീദ് റുബൂബിയ്യ ചെന്ന് ഇതായിട്ടിക്കണേ ഈ 3 വിഷയമായിട്ടിക്കണം ചെന്ന ഖൽഖും മുൽക്കും തദ്ബീർ ഇത് ഉൾപ്പെടുന്നതായിട്ടിക്കണ തൗഹീദ് റുബൂബിയ്യ ചെല്ലത്. അപ്പോൾ തൗഹീദ് റുബൂബിയ്യ ഇത് ഈ പണം വെച്ച് നമുക്ക് വിഷയമായിട്ടിക്കണേ. ഇതിൽ അള്ളാഹു അല്ലാണ്ട് വേറെ ആർക്കും ഇതിക്ക് ഒരു പാട്ടെണ്ണം കൊടുക്കുന്നില്ല. അത് ഖൽക്കിലാവട്ടെ, സൃഷ്ടിലാവട്ടെ, അല്ലെങ്കിൽ മുൽക്കിലാവട്ടെ, ആദ്യപത്യത്തിലാവട്ടെ, അല്ലെങ്കിൽ തദ്ബീറിലാവട്ടെ, നിയന്ത്രണമില്ലായെങ്കായെങ്കും എല്ലാം അള്ളാഹു ആയിട്ടിക്കിട്ട് ഞങ്ങൾ ഇതിനോ ആട്രിബ്യൂട്ട് ആക്കിയത് അള്ളാഹു ആയിട്ടിക്കിട്ട് ഞങ്ങൾ ചേർക്കുമല്ലത്. ഒരാൾക്കും ഇതിൽ പാർട്ട്ണർഷിപ്പ് ഇല്ല. രണ്ടാമത്തെ ഡിഗ്രി തൗഹീദുൽ ഉലൂഹിയ്യ, അതേറ്റിക്ക് ഇന്നൊരു പേര് ചെല്ല തൗഹീദുൽ ഉബൂദിയ്യ. അതായത് അള്ളാഹുടെ ആരാധനത്തിൽ ഏകനാക്കണം.
അതായിരിക്ക് തൗഹീദ് റുബൂബിയ്യ ഉലൂഹിയ്യ ചെന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമായിരിക്കും. അതായത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാണ്ട് ഇബാദത്തുക്ക് അതായത് ആരാധനത്തുക്ക് അർഹത്തായിട്ടുള്ളവരാണ് വേറെ ആറുമില്ല, അള്ളാഹു അല്ലാണ്ട് വേറെ ആറുമില്ല ചിന്തയിട്ടിക്കട്. മൂന്നാമത്തേതായിരിക്കും അസ്മാ സിഫാത്ത്, അള്ളാഹു ഏറ്റിക്കട് അസ്മാ ഉൽ ഹുസ്ന, നല്ല നല്ല ചന്ദന പേരും സിഫാത്തുൽ ഒല്ലിയ നല്ല പരിപൂർണമായിട്ടുള്ള വിശേഷമല്ല അള്ളാഹു മാത്രം ചെന്ന് ഒരു മനുഷ്യ അല്ലെങ്കിൽ അള്ളാഹു അല്ലാണ്ട് ഒരാളും ഒരു ക്യാമിലായത് അതായത് ഒരു പരിപൂർണമായിട്ടുള്ള ഒരു സിഫത്ത് ആർക്കും ഇല്ല. അതേപോലെ പേര് ചത്ത ചെന്ന പേര് അള്ളാഹു അല്ലാണ്ട് വേറെ ആർക്കും ഇല്ല ചെന്ന് ഉറച്ചു വീണു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഉണ്ടായെങ്കിൽ അസ്സമിയ അതിൻ്റെ അള്ളാഹു പേരുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കണമെന്നായിട്ടിക്കട. അപ്പം മനുഷ്യർക്ക് ഉണ്ട്, മനുഷ്യർക്ക് കേൾവി ഉണ്ട്, മാത്രമല്ല മനുഷ്യരുടെ കേൾവി അതിക്ക് ഒരു പരിമിതി ഉണ്ട്, അതൊക്കെ ഒരു ഹദ്ദുണ്ട്. ഇത്ര ഒരു ഡിസ്റ്റൻസത്തോളം മാത്രം, അത് പിന്നെ അതിനായിട്ട് അപ്പറ കേൾക്കില്ല മനുഷ്യർക്ക്. മാത്രമല്ല അള്ളാഹു അങ്ങനെയല്ല, അള്ളാഹുടെ അള്ളാഹുടെ അത് പരിപൂർണ്ണത്തായിരിക്കും, അത് കമാലിയത്തുള്ള പോലത്തെ ഒരു വിഷയമായിട്ടിക്കട്. അള്ളാഹു എല്ലാ ഒരേ നേരത്തിലും എല്ലാ മനുഷ്യന്മാരും എല്ലാ ജീവജന്തുവും എല്ലാത്തും കേട്ടുള്ളത് വിഷയമായിട്ടിക്കട്. അത് ഈ സമീ ചെയ്യുന്നെങ്കിൽ അതിൽ അർത്ഥം ഉൾപ്പെട്ടത്. അപ്പം അള്ളാഹുടെ സിഫത്ത് ക്യാമിലായിട്ടിക്കട്, അള്ളാഹു കയറ്റിക്ക് നല്ല നല്ല ചന്തത്തെ പേര് ചിന്ത മനസ്സിലാക്കി ഇതായിട്ട് ഈ വിഷയം അള്ളാഹു മാത്രം ചേർക്കും. അതല്ലാണ്ട് ഇന്ത്യ ചില ഞങ്ങളെ വിശ്വാസത്തിൽ തെറ്റ് സംഭവിച്ച ചില ഞങ്ങളെ കൂട്ട ആൾമാരുള്ളവർ, അതായിട്ട് ചില ആൾമാർ മരിച്ചു പോയ ചില ആൾമാർ അങ്ങനെ കേട്ടോള്ളാറ്, ആരും കാണാത്തത് അങ്ങ് കണ്ടോള്ളാറ്, ഞങ്ങൾ ആക്കടുത്തെല്ലാം മനസ്സിലാക്കി ಅಂಕು ಅರ್ಥ ಗೊಂತಾಯಂಡು ಅಂತ ವಿಶ್ವಾಸಿಕೊಳ್ಳೋದು ಅದು ಒರ್ಕತ್ತು ತಪ್ಪಾಯಿಟ್ಟು ಅದು ಶಿರ್ಕಿಗೆ ನಾವು ಕೊಂಬುವ ಸಾಧ್ಯ ಸಹೋದರಮಾರೆ ನಾಳೆ ದೀಂಡಂ ಪರ್ತು ಕೊಂಬುವ ಸಾಧ್ಯವಿಲ್ಲ ಅವ್ರ ವಿಷಯ ಇಟ್ಟಿಗೆ ಚಿಂತನೆ ಒರ್ಚಿ ಮನಸ್ಸಾಗಿ ಬೇನು. അപ്പോൾ ഈ മൂന്ന് വിഷയം ഉൾപ്പെടുന്ന ഇട്ടിക്കട് ഈ ആമന്തു ബില്ല ചെലമുത്തു. ഈ ആമന്തു ബില്ല ചെലമുത്തു ಇನ್ನೊരു വിഷയം ഇട്ടിക്കട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പരിപൂർണമായിട്ട് ഞാൻ അവൻ അംഗീകരിച്ചിട്ടുമില്ല, അതായത് ഞാൻ ഇഖ്റാർ ആക്കിയ ഇഅ്തിറാഫ് ആക്കിയ അള്ളാഹുടെ ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ല, അള്ളാഹുടെ ഞാൻ അംഗീകരിച്ചിട്ടുമില്ല ചിന്ത ഇട്ടിക്കട് ഇത് ഞങ്ങൾ ചെന്നോല്ലോ. റബ്ബു സുബ്ഹാനഹു വ തആല ഞാൻ പരിപൂർണ ಸಬ್ಮಿಟ್ ಆಗಿಲ್ಲ, ಸಬ್ಮಿಷನ್ ಹಾಕಿರ ಅಲ್ಲಾಹು ಚೆನ್ನೈಗೆ ನಾನು ಅವಂಗ ಸಲ್ಲಿಸಿಟ್ಟಿಲ್ಲ, ನಾನು ಅಲ್ಲಾಹು ಹೆಂಗೆ ಚೆಂದ ನಾನು ಅನುಸರಿக்கிறவனை ಇಟ್ಟಿಕ್கிறான் ಚೆಂತಿ അവിടെ ഞങ്ങൾ അവിടെ ചെന്നുണ്ടുള്ളൂ. ഇതേറ്റിക്കർ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഓർത്ത് ആമന്തുവില്ല ചെന്നിട്ടായെങ്കിൽ അവന് എല്ലാ ഇസ്ലാമിൻ്റെ എല്ലാ വിഷയത്തും മനസ്സിലാക്കി നടത്തുക. അതായത് അവന് അള്ളാഹുടെ റുബൂബിയത്ത് അള്ളാഹുടെ തൗഹീദിൽ ഉറച്ച് നിന്നിട്ടായെങ്കിൽ ഉറച്ച് മനസ്സിലാക്കി ഉണ്ടായെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിൽ അവನು പിൻപറ്റോ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് കൽപ്പനത്തോ ಅವನು ಅನುಸರಿக்கிறವನಾയിട്ട് തീർറ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതോ അവನು അത് തടഞ്ഞു നിൽക്കണവനായിട്ട് ചെന്നടിക്കർ ഈ ഹദീസിൽ നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടത്. അതായിരിക്കും ആമന്തു ബില്ല ചെന്നത്. അപ്പോൾ ഒരാൾ ആമന്തു ബില്ല ചെന്നിട്ടെങ്കിൽ അവನು ദീൻ്റെ അവൻ പരിപൂർണമായിട്ടും അവൻ അതിൽ ഉൾപ്പെട്ട ചെന്നായിരിക്കും. അതായത് അവൻ ഉറച്ച് നിന്നുകൊണ്ടുള്ള ആ ദീൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അവನು മനസ്സിലാക്കിയ ചെന്നായിരിക്കും ആ ഒരു ചെറിയ പദത്തിൽ ഞങ്ങൾ മനസ്സിലാവുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇതിൽ പാതി വിഷയം ഇന്നുണ്ട്. അത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നെക്സ്റ്റ് പണ്ട് ഒരു എപ്പിസോഡിലും ഞങ്ങൾ അതിൽ പൂർത്തേക്ക് മനസ്സിലാക്കുക. ഇത് ഇന്ന് പഠിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടതിനാണ് ഞങ്ങൾ ജീവിതത്തിൽ കൊമ്പറവും ഞങ്ങൾ വിശ്വാസത്തോ ശരിയാക്കിയിട്ടും അതിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മേൽ നിർബന്ധിപ്പിച്ച രീതിയിൽ ഞങ്ങൾ അള്ളാഹുടെ മേൽ വിശ്വാസബൈക്കുള്ളതായ തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ അനുഗ്രഹിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.